എല്ലാവർക്കും ചാംസ് ഐഡിയാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങിവെച്ച തകരുന്ന സ്റ്റോക്കുകൾ പൊലിയുന്ന പ്രതീക്ഷകൾ എന്ന പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡായ ഈ വീഡിയോ കനത്ത തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്റ്റോക്കായ ഹൊനാസ കൺസ്യൂമറിനെ കുറിച്ചാണ്. ഈ സ്റ്റോക്ക് നിക്ഷേപത്തിന് പരിഗണിക്കും മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. 2016 തുടക്കം കുറിച്ച ഹൊനാസ കൺസ്യൂമർ അതിൻ്റെ ഒമ്നി ചാനൽ പ്ലാറ്റ്ഫോമായ മാമ എർത്തിലൂടെ ബ്യൂട്ടി പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ നൽകുന്നു. പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വിഷരഹിത സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനിയുടെ മുൻനിര ബ്രാൻഡാണ് മാമ എർത്ത്. 2024 സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യ ഡിജിറ്റൽ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ ബ്രാൻഡായിരുന്നു ഇത്. യൂറോ മോണിറ്റർ എന്ന മാർക്കറ്റ് റിസർച്ച് കമ്പനിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് 2023 കണക്കനുസരിച്ച് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ചർമ്മ സംരക്ഷണ ബ്രാൻഡാണ് മാമ എർത്ത്. കമ്പനി 2023 നവംബറിൽ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഓഹരി വില അതിവേഗം കുതിച്ചു കയറി 50% നേട്ടം കൈവരിച്ചിരിക്കുന്നു. എന്നാൽ 2025 സാമ്പത്തിക വർഷത്തിന്റെ മധ്യത്തോടെ കമ്പനിയുടെ പ്രകടനം മോശമായതു മുതൽ ഓഹരി വില കുത്തനെ താഴോട്ടുള്ള പ്രവണതയിലാണ്. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ അതിന്റെ വരുമാനം 5.8% വർദ്ധിച്ച് 15,330 ദശലക്ഷമായി ഉയർന്നിരുന്നെങ്കിലും ലാഭം 800 മില്യണിൽ നിന്ന് 480 മില്യണായി കുറഞ്ഞു. അതിൻ്റെ വിതരണ മോഡലിലെ തന്ത്രപരമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഇൻവെന്ററിയിലെ പ്രശ്നങ്ങളാണ് ഈ മോശം പ്രകടനത്തിന് ഒരു പ്രധാന കാരണം. മാമ എർത്തിന്റെ മാതൃ കമ്പനിയായ ഹൊനാസ കൺസ്യൂമർ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളിൽ നിന്ന് മാറി നേരിട്ട് വിതരണക്കാരിലേക്ക് മാറുന്നതിനുള്ള ഒരു തന്ത്രപരമായ പ്രൊജക്ട് നടപ്പിലാക്കി. വിതരണം ശക്തിപ്പെടുത്താനും ഓഫ്ലൈൻ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇങ്ങനെ ഒരു നടപടി. എന്നാൽ ഈ പരിവർത്തനം വൺ ടൈം ഇൻവെന്ററി കറക്ഷന് കാരണമായി. ഇത് വരുമാനത്തെയും ലാഭത്തെയും ബാധിക്കുന്നു. തൽഫലമായി അതിൻ്റെ ഓഹരി വില ഉയർന്ന നിലയിൽ നിന്ന് ഏകദേശം 60% മുകളിൽ തകർന്നു. ഈ സ്റ്റോക്കിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി BPC മേഖലയിലെ വർദ്ധിച്ചു വരുന്ന മത്സരമാണ്. നിരവധി വലിയ കമ്പനികൾ വിപണിയിൽ പ്രവേശിക്കുന്നു. ആശങ്കാജനകമായ മറ്റൊരു കാര്യം ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ വളരെ ഛിന്നഭിന്നമായ അവസ്ഥയിലുള്ള ഒരു വിപണിയാണ് എന്നതാണ്. കൂടാതെ മാമ എർത്ത് ഫിസിക്കൽ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഇത് സ്ഥിരമായ മൂലധന ചെലവിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചേക്കാം. കൂടാതെ മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും മാമ എർത്തിന്റെ മുൻ വിതരണക്കാരായ RSM ജനറൽ ട്രേഡിംഗുമായും കമ്പനി തർക്കത്തിലാണ്. ഇതിനെ തുടർന്ന് വിതരണക്കാരുടെ അവകാശങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് ഹൊനാസയ്ക്കെതിരെ കേസെടുത്തിരുന്നു. 570 മില്യൺ രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ദുബായ് കോടതി മാമ എർത്തിനോട് ആവശ്യപ്പെട്ടു. ഇത് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി ബാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ വിഷയം ഇന്ത്യൻ കോടതി മുൻപാകെയാണ് ഇപ്പോഴുള്ളത്. നൈക്ക, പർപ്പിൾ, ഹെൽത്ത് ആൻഡ് ഗ്ലോ, പതഞ്ജലി ആയുർവേദ് പോലുള്ള വലിയ കമ്പനികളിൽ നിന്ന് കടുത്ത മത്സരമാണ് ഹൊനാസ നേരിടുന്നത്. മാമ എർത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും വിപണന ചെലവിനായി വരുന്നു. ഇത് കമ്പനിയുടെ സുസ്ഥിരതയെയും ലാഭത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. 2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ മാർക്കറ്റിംഗ് ചെലവ് വരുമാനത്തിന്റെ 40%. ഇത് മറ്റു പ്രമുഖ FMCG കമ്പനികളുടെ ശരാശരി മാർക്കറ്റിംഗ് ചെലവായ 5%-ത്തേക്കാൾ വളരെ കൂടുതലാണ്. മോശം സാമ്പത്തിക പ്രകടനങ്ങൾക്ക് ശേഷം ഭൂരിഭാഗം അനലിസ്റ്റുകളും സ്റ്റോക്കിനെ തരം താഴ്ത്തിയതും സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇനി ഈ കമ്പനി മുന്നിലേക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു എന്ന് നോക്കാം. മികച്ച 50 നഗരങ്ങളിൽ ടയർ 1 വിതരണക്കാരെ നിയമിച്ചുകൊണ്ട് അതിൻ്റെ പുതിയ വിതരണ സംവിധാനം വിപുലീകരിക്കുകയാണ് കമ്പനി. ഈ തന്ത്രത്തിന്റെ പൂർണ്ണമായ റിസൾട്ടുകൾ വരും പാദങ്ങളിൽ കാണാനാവുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. കൂടാതെ പ്രധാന വിഭാഗങ്ങളിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും വിതരണ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദീർഘകാല വളർച്ചയിൽ മാമ എർത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഫേസ് വാഷ്, സൺസ്ക്രീൻ, ഫേസ് സെറം തുടങ്ങിയ അതിവേഗം വളരുന്ന വിഭാഗങ്ങളിൽ മാർക്കറ്റ് ലീഡറോ അല്ലെങ്കിൽ മികച്ച ആദ്യ 3 സ്ഥാനങ്ങളിലോ എത്താൻ കമ്പനി ലക്ഷ്യമിടുന്നു. കാരണം ഈ 3 വിഭാഗങ്ങളും കൂടി നിലവിൽ കമ്പനിയുടെ ബിസിനസിന്റെ 50% സംഭാവന ചെയ്യുന്നു. ഉൽപ്പന്ന നവീകരണം, മെച്ചപ്പെട്ട മാർക്കറ്റിംഗിലെ നിക്ഷേപം,
ഉപഭോക്താക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വിപണന രീതി എന്നിവ പ്രയോജനപ്പെടുത്തി 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഇത് കൈവരിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. കാര്യങ്ങൾ എന്തുതന്നെയായാലും ഈ കമ്പനിയിൽ നിക്ഷേപിക്കും മുൻപ് നന്നായി ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുന്നതാവും ഉചിതം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, കഴിഞ്ഞ വീഡിയോ മുതൽ തുടങ്ങിയ ഈ പരമ്പരയിൽ കാണിക്കുന്ന ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഓഹരികളും നെഗറ്റീവ് റിവ്യൂകളോ അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന കമ്പനികളെ മോശമായി ചിത്രീകരിക്കാനോ വേണ്ടിയല്ല, മറിച്ച് ഈ സ്റ്റോക്കുകളിൽ വൻ തകർച്ചകൾക്കുണ്ടായ കാരണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ നിക്ഷേപ തീരുമാനം എടുക്കാൻ നിങ്ങൾക്കിവ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നിക്ഷേപിക്കും മുൻപ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഓഹരിയെ നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു ഓൾ.